പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന ഈ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് എല്ലാ മണ്ഡലത്തിലെയും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെക്കുറിച്ച് വിലയിരുത്തി എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തിയായ ഒന്നാണ് നവമാധ്യമം. ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമെന്ന് ഞാനും നമ്മുടെ പ്രസ്ഥാനവുമൊക്കെ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾ സംഘടിപ്പിച്ചത് ഏറ്റവും മാതൃകാപരമാണ്. എല്ലാവർക്കും എല്ലാ മണ്ഡലത്തെക്കുറിച്ചും നന്നായി വിലയിരുത്തുവാനും അറിയാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്രൂപ്പിലൂടെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രവർത്തനം ഏറ്റെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടങ്ങാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു കടുത്ത മത്സരമാണ് ആദ്യഘട്ടങ്ങളിൽ ആരംഭിച്ചത്. ആദ്യം തന്നെ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ യാതൊരുവിധ രീതിയിലുള്ള പരിചിതനുമായിരുന്നില്ല. ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നിലവിലെ സാഹചര്യം ഒരുപാട് രൂപയുടെ, അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ പണത്തിൻ്റെ കുത്തൊഴുക്കാണ് BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണമിറക്കി വ്യാപകമായ നിലയിലുള്ള പ്രചരണം സംഘടിപ്പിക്കുകയും അതുവഴി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരം മണ്ഡലത്തിലാകെ പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് അവർ ആദ്യം ഏറ്റെടുത്തത്. ആ ദൗത്യം അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ പരിചിതനാവാൻ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കാനോ സാധാരണക്കാരുടെ രീതിയിൽ ഇടപഴകാനോ BJPയുടെ സ്ഥാനാർത്ഥിക്ക് നാളിതുവരെയും കഴിഞ്ഞിട്ടുണ്ടായില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി നേരത്തെ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ പോലും ആ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം നിലവിലുണ്ടായിരുന്ന മണ്ഡലത്തിൽ പോലും ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിലാകെ പ്രചരണം വന്നിട്ടുള്ളത്. അത് ഒരു പരിധിവരെ നിങ്ങളെപ്പോലെയുള്ള വാട്സപ്പ് കൂട്ടായ്മകളും സൈബർ ഇടങ്ങളും നന്നായി പരിശ്രമിച്ചിട്ടുമുണ്ട്. നമ്മുടെ സാധാരണ പ്രവർത്തകർക്കൊപ്പം തന്നെ നിന്ന് നിങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നത് ഒരു പരിധിവരെ ഗുണകരമായുണ്ട്. ആ പ്രചരണം ഏറ്റവും ശരിയായ രീതിയിൽ ശരിവെക്കുന്നതുമായി മാറിയിട്ടുമുണ്ട്. താഴെത്തട്ടിൽ വരെ പണമെറിഞ്ഞുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്ന പണത്തിൻ്റെ ഹുങ്കിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുവഴി കുറേ ആളുകൾക്ക് അയാളെ പരിചയപ്പെടുവാനും അയാളെ പരിചിതമാവാനും ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ആ നിലയിലേക്ക് ഉയർന്നു വരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, BJPയുടെ സ്ഥാനാർത്ഥിയെ പത്രസമ്മേളനങ്ങളിലും അതുപോലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും അയാൾ മറുപടി പറയുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായി ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരാളായി അയാൾക്ക് മാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയുകയുമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. കോർപ്പറേറ്റുകൾക്ക് മാത്രം പരിചിതമായ രാജീവ് ചന്ദ്രശേഖർ എന്ന മുഖം കോർപ്പറേറ്റുകളുമായി മാത്രം സഹവസിക്കുന്ന ഒരാളായി മാത്രമേ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളൂ. അയാൾക്കൊരിക്കലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ ജീവിതശൈലി ഏത് നിലവാരത്തിലാണ്, അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരാളായി ഒരിക്കലും രാജീവ് ചന്ദ്രശേഖരന് മാറാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പോലും ഇതിനോടകം വിലയിരുത്തി കഴിഞ്ഞു. അയാളുടെ പല പ്രസ്താവനകളുമൊക്കെ തന്നെ വളരെ ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു. ആളുകളെ അയാൾക്കിഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ അവരെ അയാളുടെ ഒരു വിരട്ടലിൻ്റെ ശൈലിയിലാണ് അയാളുടെ മറുപടി പറച്ചിലും മറ്റുമൊക്കെ. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി
ഇയാൾക്കെതിരായ ഒരു പ്രചരണം നിലവിൽ ഈ മണ്ഡലത്തിലാകെ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, BJPയോടുള്ള നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള എതിർവികാര ശബ്ദവും ഈ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെ ചിലയിടങ്ങളിൽ അവർക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നേമം മണ്ഡലം പോലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്തുവാൻ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്കാർക്കിടയിൽ തന്നെ ഈ സ്ഥാനാർത്ഥി ഇതുവരെയും പ്രിയങ്കരനായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത. പിന്നെ ഈ സ്ഥാനാർത്ഥി ഇറക്കുന്ന അയാളുടെ പണത്തിൻ്റെ പിൻബലത്തിലാണ് നിലവിൽ BJPയുടെ പ്രവർത്തനങ്ങളെ നമുക്കിവിടെ കാണുമ്പോൾ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ് BJP സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വസ്തുത. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ഗ്രൂപ്പിൽ പോവേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിലെ BJPയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മതത്തിൻ്റെ പേരിലുള്ള ഭിന്നതയും ഒരു മനുഷ്യൻ എന്ത് കഴിക്കണമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തനവുമൊന്നും നമ്മളിതിൽ വിലയിരുത്തേണ്ടതില്ല. ഞാൻ നിലവിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാത്രമേ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 15 വർഷമായി ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി MP ആയി ഇരിക്കുന്നു. ഈ 15 വർഷത്തിനിടയ്ക്ക് ശശി തരൂർ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആകെ കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഹൈമാസ് ലൈറ്റുകൾ മാത്രമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പല ഭാഗത്തായി കുറച്ച് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും അതിനകത്ത് ശശി തരൂർ MP വക എന്ന പേര് സ്ഥാപിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷമായി തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരാളായി മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ നിലവിൽ ശശി തരൂരിനെ വിലയിരുത്തുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിൻ്റെ സ്ഥിരം ഒരു വോട്ട് സംവിധാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തീരദേശ മേഖലയായിരുന്നു. ഇന്ന് തീരദേശ മേഖലയിൽ സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങളെയാണ് ശശി തരൂർ ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയാകെ കോൺഗ്രസിനെയും ശശി തരൂരിനെയും കൈവെടിഞ്ഞ സാധ്യതയാണ്. മത്സ്യത്തൊഴിലാളികൾ പോലും സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി ഈ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിച്ചു പോയതിന് ശേഷം ഈ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സംഭാഷണങ്ങളും വീഡിയോ ചിത്രങ്ങളുമെല്ലാം നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് നല്ല നിലയിലുള്ള ബോധ്യം വന്നിട്ടുണ്ട്. ശശി തരൂർ എന്ന MP ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ വീണ്ടും ഒരു 5 കൊല്ലം കഴിയുമ്പോൾ മാത്രമേ ഈ സ്ഥാനാർത്ഥിയെ, ഈ ജയിച്ചു പോകുന്ന ആളെ ഇവിടെ ഇനി തിരികെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം താഴെ തട്ടിലുള്ള അടിത്തട്ടിലുള്ള ജനങ്ങൾ വരെ വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ UDFൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള വോട്ട് നില നല്ല നിലയിൽ കുറയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. തീരദേശ മേഖലയും അതുപോലെ തന്നെ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കുടുംബങ്ങളും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൈവെടിഞ്ഞ സാഹചര്യമാണ് നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ന്യൂനപക്ഷങ്ങളെ ആകെ വേട്ടയാടുന്ന കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുവാൻ വേണ്ടി ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ രാമക്ഷേത്ര വിഷയവുമായാലും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി പോലും ഒന്നും തന്നെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശശി തരൂർ സംസാരിച്ചിട്ടില്ല. അതെല്ലാം തന്നെ തീരദേശ മേഖലയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ സംസാരം ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂരിന് ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നതിൽ നിന്നും ന്യൂനപക്ഷ സമുദായങ്ങളാകെ മാറി നിൽക്കുവാൻ വേണ്ടി ഉറച്ച തീരുമാനമെടുത്തതായാണ് താഴെ നിന്നുള്ള പരിശോധനയിൽ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ആശയക്കുഴപ്പവും ഇന്ന് കോൺഗ്രസ്സുകാർക്കിടയിലും അതുപോലെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതിന് ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുൻ മന്ത്രിമാരുമെല്ലാം തന്നെ ഒരു രാത്രി നേരം വെളുക്കുമ്പോൾ BJPയിലേക്ക് പോകുന്ന കാഴ്ചകൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നവരെ, കോൺഗ്രസിൻ്റെ കുടുംബങ്ങളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്.
ഇന്ന് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചോദിച്ച് ഇവിടുത്തെ പല ബൂത്തിലും വാർഡുകളിലുമെല്ലാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ തിരിച്ച് ഈ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്നവരോടും അതുപോലെ ശശി തരൂരിനോട് പോലും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അവർ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ വോട്ട് വാങ്ങിപ്പോയാൽ നാളെ നിങ്ങൾ UDFിൽ തന്നെ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? രണ്ടാമത്തെ ചോദ്യം അവർ ചോദിച്ചത്: നിങ്ങളെ ഇനി ഞങ്ങൾക്ക് എന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. അതിൽ രണ്ടും നമ്മൾ വിലയിരുത്തുമ്പം ശശി തരൂരിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുമ്പോഴും ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തിയാർജിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പ്രിയ സഖാവ്, സാധാരണക്കാർക്കിടയിൽ ജീവിതം നയിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പായി തിരുവനന്തപുരം മണ്ഡലത്തിൽ സംഭവിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. സഖാവ് പന്ന്യനെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ നല്ല അഭിപ്രായം ഇതിനോടകം തന്നെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവനാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. സാധാരണക്കാരൻ്റെ ജീവിതശൈലിയാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രന്. ആർക്ക് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും അദ്ദേഹത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാം. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എന്ന് ഇതിനോടകം തന്നെ ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷം ശശി തരൂർ ഇവിടെ MP ആയിട്ട് കൊണ്ടുവരാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ 3.5 വർഷം MP ആയി ഇരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ യുവാക്കളിലും ചെറുപ്പക്കാരിൽ നിന്നും ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും അതുപോലെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ 2ാം ടെർമിനലും മറ്റ് അനേക തൊഴിൽ സാധ്യതയുള്ള ബ്രഹ്മോസ് അടക്കം എയ്സർ അടക്കമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്ത മനുഷ്യനാണ് ശശി തരൂർ എന്ന് സാധാരണപ്പെട്ട ജനങ്ങൾ ഇതിനോടകം ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിലയിരുത്തുമ്പോൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തി നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന്, നേരത്തെ ശശി തരൂരിനോട് അനുകമ്പ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ UDFിനോട് ചേർന്ന് നിന്നിരുന്ന തീരദേശ മേഖലയാകെ UDFിന് എതിർവികാരമായി ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഇതെല്ലാം തന്നെ LDFിലേക്ക് വോട്ട് ഒഴുകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയും കഴിയും. തീരദേശ മേഖല കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ ജീവിതശൈലി പുലർത്തുന്ന സാധാരണ ജനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഒരു ആഗ്രഹം അവരുടെ സ്വയം മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞു. അത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കണം എന്നുള്ളതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ട്രെൻഡും അനുസരിച്ച് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും പിന്തള്ളിക്കൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ മത്സരിച്ച് വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം ഈ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ ഈ ഗ്രൂപ്പിൽ എല്ലാവരോടുമായി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.